ഈവനിങ് സ്നാക്ക്. വാ, രാത്രിത്തേക്ക് വഴുതനങ്ങ ഒരു മുളക് ഇട്ടാൽ മതി. ഒരു കറിക്കുള്ള എരിവെല്ലാം അത് വന്നിരും. വഴുതനങ്ങ മാത്രമായിട്ട് എങ്ങനെ കഴിക്കും? വെണ്ടയ്ക്ക എടുക്കാം, കുറച്ച് വേപ്പില എടുക്കാം, പിന്നെ കുറച്ച് കൊഴുപ്പ, പിന്നെ കുറച്ച് ഗോവക്കയും മുരിങ്ങയിലും കൂടി പറിക്കണം. കുറച്ച് കരിക്ക് പിടിക്കാം. ഓ, അത് കൊടുക്കണമല്ലോ. ഫോറസ്റ്റ് ബാത്ത് പിന്നെ ഇവിടെ നിന്ന് ചെയ്യാം. കുറച്ച് ജാമ്പക്കയും തിന്നാം. കുറച്ച് ചിത്രശലഭത്തിൽ നിന്ന് വേണം. പുഷ്പവൃന്ദാവനം. കുറച്ച് വെയിലുമുണ്ട്. ഒരു ഫേഷ്യൽ ചെയ്യാം. ഫ്യൂച്ചർ പുഷ്പവൃന്ദാവനം ഗായ്സ് എല്ലാം റെഡിയാവുന്നതാണ്. ഓ, പപ്പങ്ങ പഴുത്തിട്ടില്ല. ജെർസ്ക തിന്നാൻ കുറച്ച്. കിളികൾ കഴിച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ട്. പഴുത്തിട്ടില്ല. ഹെയർ കെയറിന് കുറച്ച് മുരിങ്ങയിലയും പറയാം. ചെമ്പരത്തി ഉണ്ട്. ആര്യവേപ്പ്. ഓക്കെ. ചീര കിള്ളണമല്ല. ചീര ഞാലിപ്പൂവും കഴിക്കണം, ഏത്തപ്പഴം കഴിക്കണം, ചിങ്ങമ്പഴം കഴിക്കണം. നോക്കട്ടെ. ഹെർബൽ ഗാർഡിൽ നിന്ന് ബ്രിങ്കരാജ് പറിക്കട്ടെ. കയ്യുണ്ണി. കിഴങ്ങൊന്നും ആയിട്ടില്ല, കുറച്ചും കൂടി കഴിയും. കപ്പ പിന്നെ വളർന്നു തന്നെയാണ്. പാഷൻ ഫ്രൂട്ട് തിന്നാം. പാഷൻ ഫ്രൂട്ട് നാച്ചുറൽ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കാം. ഫേഷ്യലും ചെയ്യാം. ആര്യവേപ്പ് ഉള്ളതുകൊണ്ട് നല്ല ഫ്രഷ് എയർ, ആയുർവേദിക്കായിട്ടുള്ള എയറും കിട്ടും. അതിൽ പെട്ടിപ്പിടിഞ്ഞ് കിടക്കണം നമ്മുടെ പാഷൻ ഫ്രൂട്ടും തിന്നാം. അപ്പം പുളിയും തിന്നാം. ചക്കയ്ക്ക് ഇനി പൊക്കത്ത് പോയി പറിക്കണം. പത്തം പൂവിട്ട് കുരുമുളക് ആവണേ ഉള്ളു. ജാതി പറിക്കാം. ബിരിയാണി. ഇതാണ് വേപ്പിലക്കാട്. ചെത്തിയുണ്ട്, അമ്പലത്തിൽ കൊടുക്കുക. ഫോറസ്റ്റ് ബാത്ത് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്. ഇറങ്ങി വെറുതെയില്ല. ചുരക്ക് കിട്ടി. ചുരക്ക പാളംപുളി ആവണേ ഉള്ളു. ഹെർബൽ ഗാർഡനിൽ നിന്ന് കുറച്ച് പനിക്കൂർക്ക, കുറച്ച് ജലദോഷമുണ്ട്. അപ്പോൾ മിയാവാക്കി ഹെർബൽ ഗാർഡനിൽ നിന്ന് സ്മെല്ല് വന്നു പോയതാ. ഒരുത്തങ്ങ് പോക്കി അടയുണ്ടാക്കാം. താങ്ക് യു. ബൈ.